പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് നിന്ന് മടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ബി.ജെ.പി. സംഘടിപ്പിച്ച വിശ്വാസ സുരക്ഷിത വികസിത കേരളം പരിപാടിയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം കേരളത്തിലെ എണ്ണം പറഞ്ഞ ബി.ജെ.പി. നേതാക്കൾ അണിനിരന്നിരുന്നു. എന്നാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ പത്മജ വേണുഗോപാലിന്റെ അഭാവമാണ് ഇപ്പോൾ ശ്രദ്ധേയം. വേദിയിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ തലമൂത്ത ബി.ജെ.പിക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ.ഡി.എ മുന്നണിയിൽ ചേർന്ന 2020 ചെയർമാൻ സാബു ജേക്കബിനും ഒന്നാം നിരയിൽ ഇടം പിടിച്ചപ്പോഴാണ് 2 വർഷം മുമ്പെത്തിയ പത്മജയെ ഗെറ്റ് ഔട്ട് അടിച്ചത്. നരേന്ദ്രമോദി തലസ്ഥാനത്ത് വേദിയിൽ അരങ്ങുവാണപ്പോൾ ചില കണ്ണുകളെങ്കിലും പത്മജ വേണുഗോപാലിനെ തിരിഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എവിടെയാണ് പത്മജ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ ബി.ജെ.പിയുടെ സമീപകാലത്തെ ഏറ്റവും വലിയ വേദിയാണ് വിശ്വാസ സുരക്ഷിത വികസിത കേരളം പരിപാടി. അവിടെ ഇരിപ്പിടം കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ സ്വീകാര്യത കിട്ടിയിട്ടും കാര്യമില്ല. വേദിയിൽ പത്മജയ്ക്ക് പരിഗണന കിട്ടിയില്ല. സദസ്സിൽ അവർ ഉണ്ടോ എന്നും വ്യക്തമല്ല. ഒരു കാര്യം ഉറപ്പിക്കാം, ബി.ജെ.പിയിൽ എത്തിയതിനു ശേഷം ഇതുപോലെ ഒരു അപമാനം പത്മജയ്ക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ്. മറ്റ് ബി.ജെ.പി. നേതാക്കന്മാരെ എല്ലാം കണ്ട് തോളിൽ തട്ടി കൈകൊടുത്താണ് മോദി മടങ്ങിയത്. ആ ദൃശ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തപ്പോഴും എവിടെയെങ്കിലും പത്മജ ഉണ്ടോ എന്ന് ചിലർ ഉറ്റുനോക്കിയിരുന്നു. എന്തായാലും ഇനിയും ബി.ജെ.പിയിൽ തുടർന്നിട്ട് കാര്യമില്ലെന്ന ചിന്തയിലാണ് പത്മജ എത്തി നിൽക്കുന്നത്. ബി.ജെ.പിക്ക് കൈകൊടുത്ത 2 വനിതാ നേതാക്കന്മാരെയാണ് കേരള നേതൃത്വം പൂർണ്ണമായും അവഗണിച്ചത്. നേരത്തെ മോദിയുടെ വേദിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന് ആർ ശ്രീലേഖ IPSന്റെ ഗതികേട് നമ്മൾ വീഡിയോ സഹിതം വാർത്തയാക്കിയിരുന്നു. ഈ ചാനലിന്റെ യൂട്യൂബ് പേജിൽ കയറിയാൽ ആ വീഡിയോ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. പത്മജയിലേക്ക് വരാം. 2024 മാർച്ചിലാണ് പത്മജ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. വർഷം 2 പിന്നിട്ടിട്ടും കേരളത്തിൽ ബി.ജെ.പിയുടെ മുഖമായി മാറാൻ പത്മജയ്ക്ക് സാധിച്ചിട്ടില്ല. ദേശീയ കൌൺസിൽ അംഗമാക്കിയത് മാറ്റി നിർത്തിയാൽ പത്മജ ആഗ്രഹിച്ചതൊന്നും ബി.ജെ.പിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് വേണം പറയാൻ. ഉപാധികളില്ലാതെ ബി.ജെ.പിയിൽ ചേരുന്നു എന്നാണ് പത്മജ അറിയിച്ചത്. എന്നാൽ ചില ഉപാധികൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ അതികായനുമായ കെ കരുണാകരന്റെ മകളാണ് പത്മജ. മുൻ മുഖ്യമന്ത്രി A.K. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ സാധിച്ച ബി.ജെ.പിയുടെ അടുത്ത ലക്ഷ്യമാണ് പത്മജയിലൂടെ നിറവേറിയത്. തൃശൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റാണ് പത്മജ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ തൃശൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച പത്മജ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നേരിയ മാർജിനിലാണ് അന്ന് തോറ്റത്. ഇക്കുറി തൃശൂർ ബി.ജെ.പിയുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസം ജയിക്കാമെന്നാണ് പത്മജ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തൃശൂരിൽ MP-ആയി ബി.ജെ.പി ടിക്കറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ തൃശൂർ നിയമസഭാ സീറ്റ് പിടിക്കാമെന്ന ചിന്ത ബി.ജെ.പിയിലെ നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കയറി വന്ന പത്മജയ്ക്ക് പകരം തങ്ങൾ തന്നെ മത്സരിച്ചാൽ എന്താണെന്ന ചിന്ത ഈ നേതാക്കന്മാർക്ക് വന്നു കഴിഞ്ഞു. ഇതോടെ പത്മജ അപകടം മണത്തു തുടങ്ങിയിട്ടുണ്ട്. മോദിയുടെ വേദിയിൽ ഇരിപ്പിടം കിട്ടാതെ വന്നതോടെ ബി.ജെ.പി. നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പ് പത്മജയ്ക്ക് ഇപ്പോൾ ബോധ്യമായി കാണും. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ തന്റെ ഇഷ്ടക്കാർക്ക് പത്മജ സീറ്റ് ഒപ്പിച്ചു നൽകിയിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ കോർപ്പറേഷനിൽ ബി.ജെ.പി. വെറും 8 സീറ്റിലൊതുങ്ങി. ഇതോടെയാണ് പത്മജ പൂർണ്ണമായും ബി.ജെ.പിയിൽ നിന്ന് അകന്നത്. പുതിയ സംഭവ വികാസങ്ങളോടെ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണെന്ന് കാണാൻ സാധിക്കും.